മകളെ, ഓണം എക്സാമിന് ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരാണോ നിങ്ങൾ? എന്ത് പഠിക്കണം, ഏത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരാണോ? ഇതുവരെ ഒന്നും തുറന്നു നോക്കിയിട്ടില്ല, എക്സാം ആയി എന്ത് ചെയ്യുമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്സിൽ എന്തൊക്കെ, എങ്ങനെയൊക്കെ, എപ്പോഴൊക്കെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മിസ് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ടും കാണുക. ഉപകാരപ്പെടുകയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. അപ്പൊ മിസ്സിന്റെ പേര് അമൃത എന്നാണ്. നമ്മൾ തുടങ്ങുവാണ്. ഓണം എക്സാമിന് മാത്സിൽ നിന്നും എന്തൊക്കെ നിങ്ങൾ പഠിക്കണം. 4 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന ലൈൻസ് ആൻഡ് സർക്കിൾസ്, അല്ലെ, വരകളും വട്ടങ്ങളും. രണ്ടാമത്തെ ചാപ്റ്റർ നമ്പർ വേൾഡ്, സംഖ്യാലോകം. മൂന്നാമത്തെ ചാപ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ്, ഗുണന രീതികൾ. നാലാമത്തെ ചാപ്റ്റർ ഡിവിഷൻ മെത്തേഡ്സ്, ഹരണ രീതികൾ. അപ്പൊ ഈ 4 ചാപ്റ്ററിൽ നിന്നും എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. ഓരോ ചാപ്റ്ററിൽ നിന്നും മിനിമം 2 ചോദ്യങ്ങൾ വെച്ച് 8 ആക്ടിവിറ്റികൾ വരുന്ന ഒരു ചോദ്യ പേപ്പർ ആയിരിക്കണം. അല്ല, 6 ആക്ടിവിറ്റികൾ ആയിരിക്കും. അതിൽ ഒരു ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം, 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് വരും, ഓർ ക്വസ്റ്റ്യൻസ് വരും. അതായത് എ ഓർ ബി എഴുതിയാൽ മതി. അതായത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ വെച്ചിട്ടാണ് മിസ് പറയുന്നത്. നിങ്ങൾക്ക് മൊത്തം 6 ആക്ടിവിറ്റികൾ ചെയ്യാനായിട്ടുണ്ടാകും. അതിൽ 2 ആക്ടിവിറ്റികൾ എക്സ്ട്രാ വരും. അതെന്തിനാണ്? ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞു. മൊത്തം 8 ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 6 ചോദ്യങ്ങൾ എഴുതാം. അപ്പൊ ഈ 8 ചോദ്യങ്ങൾ വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 4 ചാപ്റ്ററിൽ നിന്നായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, അല്ലെ, ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാ പഠിക്കാനുള്ളതെന്ന്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ട് പോവേണ്ടത് കോമ്പസ് എങ്ങനെ ഉപയോഗിക്കാം, കോമ്പസ് ഉപയോഗിച്ച് എങ്ങനെ കൃത്യമായിട്ട് സർക്കിൾസ് വരയ്ക്കാം, വരച്ച് പ്രാക്ടീസ് ചെയ്യണം. രണ്ടാമത്, ഒരു വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും വൃത്തത്തിന്റെ മുകളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ആരമാണ് അല്ലെങ്കിൽ റേഡിയസ് ആണ് എന്നുള്ളതും, 2 റേഡിയസുകൾ ചേർന്നാൽ ഡയമീറ്റർ അഥവാ വ്യാസമാകുന്നു എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് റേഡിയസ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. റേഡിയസ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഒരു കണക്ക് മനസ്സിലുണ്ടായിരിക്കണം. ഇതിൽ നിന്ന് ചോദ്യം വരും. മൂന്നാമത്, ഇതേപോലുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് വരും. ഇതേപോലുള്ള ഏതെങ്കിലും ഒരു ചിത്രം തന്നിട്ട് നിങ്ങളോട് വരയ്ക്കാനായിട്ടും പറയും. അപ്പൊ കോമ്പസ് ഉപയോഗിക്കുന്നത് നല്ല രീതിക്ക് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഈ വൃത്തത്തിലെ ആരവും ഡയമീറ്ററും, അല്ലെ, ആരവും റേഡിയസും വ്യാസവും അതേപോലെ റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന നമ്പർ വേൾഡ് ആണ്, സംഖ്യാലോകം. ഇതിൽ നിങ്ങൾക്കറിയാം, വലിയ വലിയ നമ്പേഴ്സ് റീഡ് ചെയ്യാനും എക്സ്പാൻഡഡ് ഫോമിൽ, അല്ലെ, വിപുലീകരിച്ച് എഴുതാനും ഒക്കെ നിങ്ങളോട് ചോദിക്കും. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം ലാസ്റ്റ് പേജിൽ ഈ സംഖ്യാലോകം നമ്പർ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റില് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലെ നമ്പറുകൾ മാറിയിട്ട് ഓണം എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിൽ വലിയ വലിയ നമ്പറുകൾ റീഡ് ചെയ്യാനും നമ്പർ നെയിമുകൾ എഴുതാനും ഒക്കെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അവസാന ഭാഗത്തുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ഇനിയുള്ളത് നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ ഗുണന രീതികൾ, അതായത് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് ആണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓഡ് നമ്പേഴ്സിനെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ നമ്പർ കിട്ടും, സമചതുര സംഖ്യ കിട്ടും. സമചതുര സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് സമചതുര സംഖ്യ. അപ്പൊ ഓഡ് നമ്പറുകളെ കൂട്ടിയാൽ അവിടെ നോക്കുക, 1, 3, 5, 7 എന്ന് പറയുന്നത് ഓഡ് നമ്പറുകൾ, ഒറ്റ സംഖ്യകളാണ്. ഇവരെ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 4ന്റെ സ്ക്വയർ ആണ്. 4 × 4 ആണ്. അതെങ്ങനെയാ? ഓരോ 1, 2, 3, 4 4 ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ 4ന്റെ സ്ക്വയർ, 5 ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ 5ന്റെ സ്ക്വയർ, 6 ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ 6ന്റെ സ്ക്വയർ. ഇതില് നമ്മൾ അവസാനം കൂട്ടുന്ന 4ാമത്തെ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 4 × 2. അതായത് നിങ്ങളോട് ഇപ്പൊ ചോദിക്കുകയാണ് 8ാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? അപ്പൊ നിങ്ങൾ ചെയ്യണം 8 × 2, അപ്പൊ 16 എന്ന് വരും. അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 17. 15. ഇതാണ് നമ്മളുടെ 8ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 4ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 4നെ 2 കൊണ്ട് ഗുണിക്കുക 8, അതിൽ നിന്ന് 1 കുറയ്ക്കുക 7. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 4ാമത്തെ ഒറ്റ സംഖ്യ, 5ാമത്തെ ഒറ്റ സംഖ്യ അല്ലെങ്കിൽ 10ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 10നെ 2 കൊണ്ട് ഗുണിക്കണം 20,
20ൽ നിന്ന് 1 കുറയ്ക്കണം 19. 10ാമത്തെ ഒറ്റ സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 19 എന്ന് പറയും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ 3ാമത്തെ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത്. 4ാമത്തെ ചാപ്റ്റർ ഡിവിഷൻ മെത്തേഡ്സ് ആണ്, ഹരണ രീതികൾ. അവിടെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടത് ഒരു നമ്പറിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഹരിക്കാം. ഇതിൽ അറിഞ്ഞിരിക്കണം, ഈ മുകളിലുള്ള നമ്പറിനെയാണ് ഹരണഫലം അല്ലെങ്കിൽ കോഷ്യന്റ് എന്ന് പറയുന്നത്. ഈ കിട്ടുന്ന നമ്പറിനെയാണ് ശിഷ്ടം അഥവാ റിമൈൻഡർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ എക്സാം ഹാളിൽ കയറുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമുക്ക് എല്ലാ ചോദ്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വരും. അപ്പൊ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്തു വെക്കുക. ഈ പ്രാവശ്യം അല്ലെ ഓണം എക്സാം ഇങ്ങനെയായി, അടുത്ത ക്രിസ്മസ് എക്സാമിന് ഇതുപോലെയല്ല. കൃത്യമായിട്ട് ആദ്യം മുതലേ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ 2 ചാപ്റ്ററിന്റെ ആദ്യത്തെ ഒരു ചാപ്റ്ററിന്റെ 2 പാർട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇപ്പൊ കാണാനായിട്ട് പറ്റും. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ക്ലാസ് ഒക്കെ കാണുക. സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ആപ്പ് പർച്ചേസ് ചെയ്യുക. ഓഫറും കൂടി ഉണ്ട്, സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? വേഗം തന്നെ ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിക്കോളുക. റിവിഷൻ ആണ് ഇനി ആപ്പിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അത് മിസ് ചെയ്യാതിരിക്കുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം.